ഹായ് ഗായ്സ്. അപ്പം നമ്മുടെ ഒരു ബാർബീൻ്റെ വീടിൻ്റെ നമ്മൾ പണിയുമാണ്. ഞാനാണ് കേട്ടോ മേസ്തിരിയും ഒക്കെ ഞാൻ തന്നെയാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജൊക്കെയാണ്. നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വെച്ച് വീഡിയോയൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീടൊക്കെ ഇത് തന്നെയാണ്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ നല്ല കിരിരാന്നുള്ള സൗണ്ട് ഉണ്ട് കേട്ടോ. കാർഡ്ബോർഡ് വെച്ച് മേക്ക് ചെയ്തുകൊണ്ടാവുമെന്ന് തോന്നുന്നു. ഇങ്ങനെ വെക്കുമ്പോൾ ഇതുണ്ടോ, മേൽക്കൂര ഇങ്ങനെ നിൽക്കുവേ, സ്ട്രൈറ്റ് ആയിട്ടില്ല, ലൈറ്റൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് ഇതുണ്ടോ, അതിനകത്ത് ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല. നല്ല വെക്കണം. ഇവിടെ TV ഒക്കെ ഉണ്ട്. 2 ജനലുണ്ട്. ജനലയിൽ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമെന്ന്. അപ്പം അവൾ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് വന്നപ്പോൾ അവളൊരു ആപ്പിൾ വാങ്ങിച്ചായിരുന്നു. അവൾക്ക് ഫേവറേറ്റ് ഫ്രൂട്ടാണ് കേട്ടോ അവളുടെ ആപ്പിൾ വെച്ച് കൊടുത്തു. ഇനി അവളുടെ ഫേവറേറ്റ് സ്നാക്സ് ലേസ്. അതില്ലെങ്കിൽ അവൾ TV പോലും വെക്കാൻ സമ്മതിക്കത്തില്ല. ലേസ് വാങ്ങിച്ച ശേഷമാണ് വെക്കാൻ സമ്മതിക്കാം എന്നൊക്കെയാണ് അവൾ പറയണത്. അടുത്ത നമുക്ക് ഈ വാട്ടർമെലനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വാട്ടർമെലനെ നമ്മൾ വെട്ടിയെടുത്തു കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർമെലനെ. നമുക്ക് ഇത് യെല്ലോ വാട്ടർമെലനാണ്, വെറൈറ്റി വാട്ടർമെലനാണ്. ഒന്നോ എവറിത്തിങ് ചാടി വന്നു. ആപ്പിൾ മാത്രം അവിടെ തൂങ്ങിക്കിടക്കുന്നു. എന്തൊരു അത്ഭുതം നോക്കണേ. ആദ്യമൊക്കെ ആപ്പിളായിരുന്നു ചാടിക്കൊണ്ടിരുന്നത്. ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് വെക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല കേട്ടോ. ബ്ലൂ ലേസ് അവളുടെ ഫേവറേറ്റ് ആണ്. ലേസ് ഇല്ലെങ്കിൽ അവൾ നമ്മൾ TV ഒക്കെ സമ്മതിക്കില്ല. എനിക്കറിയാമല്ലോ, അപ്പോൾ ആദ്യ പിള്ളേരും അങ്ങനെ തന്നെയാണ്. ലേസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. വെട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ആണോ ഗൈസ്, ഇപ്പോൾ എല്ലാ സാധനവും പോവാണ് കേട്ടോ. ഞാൻ ഇതിനൊന്ന് വെക്കട്ടെ. ഞാൻ കുറേ നോക്കിയപ്പോഴാണ് ഗൈസ് കണ്ടത്. ഇതാ ജ്യൂസ് ഉണ്ട്. തുറക്കുകയും ചെയ്യാം, അടയ്ക്കുകയും ചെയ്യാം. ഇതെനിക്ക് തോന്നുന്നത് അവൾ വാങ്ങിച്ച ബ്ലൂബെറി ഒരു ഫ്ലേവറാണ്. ഫ്ലേവർ ഒന്നും എഴുതിയിട്ടില്ല. അവൾക്കറിയാം ഫ്ലേവറും സാധനമൊക്കെ അവൾക്ക് നല്ലോണമൊക്കെ അറിയാവുന്നതുകൊണ്ട് അവളങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കും. പൈസയൊക്കെ സ്വന്തം ചിലവിലെടുക്കും. നമ്മളപ്പോൾ ജ്യൂസ് പറഞ്ഞു എല്ലാം വെച്ചു. ലൈസൊക്കെ വെച്ചു. ജ്യൂസും വെച്ചു. നമ്മുടെ ഫ്രിഡ്ജിന് ആവശ്യമുള്ള എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചിന്നുവിൻ്റെ ഫ്രിഡ്ജിലിരിക്കണേ. അപ്പം നമുക്ക് ഫ്രിഡ്ജ് അടച്ചേക്കാം അല്ലേ. ഒരുപാട് നേരം ഇരുന്നാലും കൊള്ളില്ല. ഫ്രിഡ്ജ് അടയ്ക്കുന്നതിന് മുമ്പ് കുറേ സാധനങ്ങളൊക്കെ കാരണം അടയുന്നില്ല കേട്ടോ ഗൈസ്. ഞാൻ അടയ്ക്കാട്ടെ ഗൈസ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത് ഈ ഒരു നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ഇത് ശരിക്കും നാരങ്ങയല്ല കേട്ടോ, ഒരു കുഞ്ഞു ഓറഞ്ചാണ്. ഓക്കെ, ഓറഞ്ചൊക്കെ ഉരുണ്ട് പോവും. കണ്ടോ നമ്മുടെ ഓറഞ്ച്? നല്ല ഓറഞ്ചാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് അവസാനം വെച്ചു. ഫ്രിഡ്ജ് പൂട്ടിട്ടോ. ഇനി ഫ്രിഡ്ജ് അവൾക്ക് വിശക്കുമ്പോഴേ തുറക്കൂ. ഓക്കെ, ഫ്രിഡ്ജൊക്കെ അടച്ചു. നെക്സ്റ്റ് ഷെൽഫിൻ്റെ പണിയാണ്. ഫസ്റ്റ് ഷെൽഫ് നമുക്ക് എഴുതണം. ഓക്കെ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഹോം മേക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറയണേ. ഷെൽഫെന്ന് എഴുതിയിട്ടോ. ഷെൽഫിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും വെക്കുന്നില്ല. കാരണം എനിക്കിപ്പോൾ വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനം ഇല്ല കേട്ടോ. അതാണ്, വേറൊന്നുമല്ല. മോളിൽ നമ്മളൊരു കാർ പാർക്കിംഗ് സെൻ്ററാണ്. ഇതുണ്ടോ, കാറില്ലാത്തതുകൊണ്ട് അവളുടെ സ്കൂട്ടിയാണ് കേട്ടോ അവിടെ.
കീ ഇല്ലാത്ത വണ്ടിയാണ്, തന്നെ കൊണ്ടുപോകും. നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണല്ലോ ഇതിൻ്റെയൊക്കെ ഉരുണ്ട് പോക്ക്. അപ്പം നമ്മൾ ഉരുണ്ട് പോകാൻ സമ്മതിക്കില്ല. ഓക്കെ, ഇന്നത്തെ നമ്മുടെ മെയിൻ പണി അതാണ്. ടാസ്ക്കാണ് കേട്ടോ. നമുക്ക് കുഞ്ഞിന് ഒരു ജ്യൂസ് കൂടെ അവൾ എടുത്തുകൊണ്ട് തന്നു ഗൈസ്. ഇതിനെ നമുക്ക് ഒരു വാട്ടർമെലനൊക്കെ താഴെ ചാടിപ്പോയായിരുന്നു. ഓക്കെ, കാർ പാർക്കിങ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലാക്കും. ഇതല്ല കേട്ടോ റിയൽ ഏരിയ. അപ്പം നമ്മുടെ ഇനി ടി വി ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു കസേര എന്തായാലും വേണം. ടി വി കാണാം. അപ്പം നമ്മളൊരു കസേര വെച്ചു. ഓക്കെ, ആ കസേര എന്തായാലും നമുക്ക് ആവശ്യമാണ്. കാരണം കസേര ഇല്ലെങ്കിൽ ഇരിക്കാനൊന്നും പറ്റുകയില്ല, ഭയങ്കര പാടായിരിക്കും. അതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെയുണ്ട് ഈ കസേര? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ചവിട്ടുണ്ട്, സ്പെഷ്യൽ ചവിട്ടിയാണ്. ചവിട്ടി വെച്ചെടുത്തു. അതുകൊണ്ട് ഗൈസ് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് മേക്ക് ചെയ്തിരുന്നു. ഇത് ഇവളുടെ ചെരുപ്പൊക്കെ വെക്കാനാണ്. ഇവൾ ആകെ ഒറ്റ ചെരുപ്പാണ് എന്നും ഇടുന്നത്. അവളുടെ ആ ചെരുപ്പ് ഒരെണ്ണം വെക്കാനായിട്ടാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ ഇവിടെ ആ ചെരുപ്പൊക്കെ കാണാതെയും പോയിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഇത് രണ്ടുമാണ് കേട്ടോ അവളുടെ ചെരുപ്പ്. ആ ചെരുപ്പ് വെക്കാനായിട്ട് അവിടെ ഒരു സ്പേസ്. അല്ലെങ്കിൽ കാണാതെ പോയിട്ട് പിന്നെ നമ്മളോട് പറയും, ചേച്ചി ആ എടുത്തോണ്ട് പോയാൽ, നീ ആ എടുത്തോണ്ട് പോയാൽ. അവളുടെ ഫ്രണ്ട്സൊക്കെ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് പണി തീർക്കണം. ഇതുണ്ടോ, ഇവിടെ വെക്കുന്നുണ്ട്. ഇവളുടെ വീട്ടിൽ ഒരു തൂത്തുവാരിയുണ്ട്. എന്താണ് കേട്ടോ, കരണ്ടൊക്കെ ഉണ്ടോ കേട്ടോ വീടിൻ്റെ അകത്ത്. ഓക്കെ, ചൂല് നമ്മൾ ചൂലിനെ ഇവിടെ വെച്ചു. ഒരു ചൂലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് അടിച്ചുവാരി വേണ്ട ഗൈസ്. അപ്പം ഞാൻ അടിച്ചുവാരി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ അടിച്ചുവാരി കിട്ടിട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിന് തൂത്തുവാരി എന്നും പറയൂ കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം അതും കൂടെ ഇതിനെ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്ത് വെക്കാം? ഇപ്പം ഇവിടെ എന്താ വെക്കാൻ ബാക്കി? ബെഡില്ല അല്ലേ? നമുക്ക് ഒരു ബെഡുണ്ട്. ഡിസൈൻ ഒന്നും ഇല്ല അല്ലേ? നമുക്ക് ഇതിന് ഡിസൈൻ മേക്ക് ചെയ്താലോ? എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഡിസൈനിങ്ങിന്. നിങ്ങളും ചെയ്തിട്ടുണ്ടാവോ? നിങ്ങൾക്ക് ബാർബിയൊക്കെ ഉണ്ടോ? അതൊന്ന് കമൻറ്റിൽ കൂടെ പറയാനായിട്ട് മറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഒരു നമ്മളിപ്പോൾ ചവിട്ടീൻ്റെ ഏരിയ കഴിഞ്ഞു. നമുക്ക് ബെഡ് വെക്കാം ഗൈസ്. ഇപ്പം എനിക്കൊരു സംശയം, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് വെക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് എങ്ങനെ തുറക്കും? അങ്ങനെയുണ്ട് എന്തോ സംശയം. ആർക്കെങ്കിലും എന്ത് ഓർത്ത് വരാൻ പറ്റുമോ? ഒന്ന് പറയാമോ? അതെങ്ങനെ പറ്റുക? നമ്മൾ ലേസൊക്കെ ഷെൽഫിൽ വെക്കാം. ഓർത്തു ഡ്രിങ്ക്സൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. കാരണം ലേസൊക്കെ വെച്ചാൽ ഭയങ്കരമായിട്ട് കട്ടുപിടിച്ചു, പിന്നെ കടിക്കുമ്പോൾ പല്ലൊക്കെ പോവും, അമ്മൂമ്മയാവും. സോ അതുകൊണ്ട് നമ്മൾ അതിനെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ
ബാർബി അവളുടെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥ കിടന്ന് നോക്കി. അവൾക്ക് ഇതിൽ കിടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ, കൊള്ളാം അല്ലേ? നമുക്കൊരു ബ്ലാങ്കറ്റ് വേണ്ടേ. നമ്മളപ്പോൾ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ പോകണം. ബ്ലാങ്കറ്റ് ഉണ്ടാക്കാം. ഗൈസ്, നമ്മുടെ ബാർബി പറഞ്ഞു അവൾക്ക് ഫുൾ കളർ ഹാർട്ട് വേണ്ട, ഒരു ഹാർട്ടുള്ള ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റാണ്. നമ്മളത് അവൾക്ക് പുതയ്ക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അവളവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവൾക്ക് അവിടെ കിടക്കാൻ പറ്റുന്നുണ്ട്. വലിയ ഇറക്കമൊന്നുമില്ല കേട്ടോ ഗൈസ്. നെക്സ്റ്റ് ഇവൾക്കൊരു തലവനാണ്. ഡെയിലീൻ്റെ പേടി മാറാനായിട്ട് നമ്മൾ എടുത്ത്. ഇവക്കാണെങ്കിൽ ഭയങ്കര പേടിയുണ്ടോ ഗൈസ്. എലിന്ന് പറഞ്ഞാൽ ഇളപ്പക്കാറും. സോ നമ്മൾ എലീൻ്റെ പതപ്പിന് കൊടുക്കുന്നുണ്ട്. പൊതപ്പും കേട്ടോ തലവന്ന്. ഇവർക്ക് പൊതപ്പ് പൊതിക്കാൻ പറ്റുന്നില്ല, കാരണം മടങ്ങുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളത് മടക്കി അങ്ങോട്ട് കൊടുത്ത്. പക്ഷെ ഇപ്പോൾ അവൾക്ക് നല്ല സുഖം കേട്ടോ, എല്ലാമായി. ഇനി നമുക്ക് വീടങ്ങോട്ട് അടച്ചു കൂട്ടാം കേട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞു ഇവക്ക് ഇപ്പം കിടക്കണമെന്ന് പറഞ്ഞു. ആശാത്തി പുതപ്പ് കൊടുത്ത് തള്ളി മാറ്റി വെച്ച് എണീറ്റ് പോകുന്നു. ഓക്കെ, ഇവളാണെങ്കിൽ ഇങ്ങനെ അകത്ത് ഇവിടെ ഇരിക്കുവാണ്. ഇവളെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഹൊറർ മൂവി കാണാൻ പോവാണ്. പക്ഷേ ലൈറ്റ് ഓഫായി. കണ്ടോ, വീണ്ടും ഇരുട്ടാണ്. ഇവൾ ഇരുട്ടത്തിരുന്ന് ഹൊറർ മൂവി കാണും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഹൊറർ മൂവി. ആൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ പലവരും ഹൊറർ മൂവി കാണുമ്പോൾ കിടന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ബോയ്സിലാണ് കൂടുതൽ ഹൊറർ മൂവി ഇഷ്ടമുള്ളവരുള്ളത്. പക്ഷെ ഇവിടെ ഇവൾക്കാണ് ഹൊറർ മൂവി. ഇവൾ ഹൊറർ മൂവി ഫാനാണ്. പക്ഷെ ഇവൾ തമിഴ് ഹൊറർ മൂവി ഒന്നും കാണത്തില്ല, മലയാളം ഹൊറർ മൂവിയെ കാണത്തുള്ളൂ. എന്നാലേ പേടിക്കുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. കാരണം മനസ്സിലായാലേ അവൾക്ക് പേടിക്കണോ വേണ്ടോ എന്നത് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മേൽക്കൂരയാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഫ്രണ്ട് ഇപ്പം തന്നെ വരും. നമുക്ക് ഫ്രണ്ടിനെ കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പം ഫ്രണ്ട് ഇവളാണ് കേട്ടോ. ഇവളവിടെ കണ്ട വണ്ടികളൊക്കെ തൊട്ടൊക്കെ നോക്കി വെച്ച് വീട്ടിൽ നിന്നൊക്കെ ആക്കി ഇരുട്ട്. അവൾക്കൊരു സംശയം ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ അവൾ പുറത്തോട്ട് ഇറങ്ങിപ്പോന്നു. പേടിച്ച് വിട്ടാവുള്ള നല്ലോണക്ക്. നോക്ക് അവളുടെ എക്സ്പ്രഷൻ. അവിടെ അവൾ കണ്ടു കേട്ടോ ഇവള് വരുന്നത്. നമ്മുടെ ചിന്നു കണ്ടു. ചിന്നു പക്ഷെ തിരിഞ്ഞിരുന്നു കേട്ടോ, ഞാൻ ഫോൺ കാണിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ ചിന്നു തിരിഞ്ഞിരുന്ന സ്ഥിതിക്ക് ഞാൻ ലൈറ്റ് ഇടാൻ പോവാണ്. അകത്തെ ലൈറ്റ് ആളുണ്ടെന്ന് അറിയാനാണ് ഗൈസ്. അപ്പം ചിന്നു ലൈറ്റ് കണ്ടു. ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അകത്ത് ചിന്നുവല്ല, പൊന്നുവിനെ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ചിന്നു അകത്തുണ്ടെന്ന്. കുറേ പ്രാവശ്യം നോക്കിയിട്ട് ചിന്നു ഗോസ്റ്റ് മൂവിയിൽ അങ്ങോട്ട് മുഴുകിയിരിക്കുകയാണ്. ഇനി ഇവളെ എന്നാ പറഞ്ഞാന്ന് വിളിക്കുക. എടി ചിന്നുപ്പെണ്ണേ. ഓ അയ്യോ, ഐഡിയ, നാരങ്ങ വെച്ചൊരു പണി കൊടുക്കാം ഗൈസ്. ചിന്നുവിന് അറിയത്തില്ല കേട്ടോ ഗൈസ്, അത് നാരങ്ങയല്ല ഓറഞ്ച്. മധുരമൊന്നുമില്ല, പുളിയാണ് കേട്ടോ. നോക്കാട്ടോ ചിന്നു എന്ത് ചെയ്യുന്നു. പൊന്നു ചിന്നുവിന് എന്ത് അങ്ങനെ ഗൈസ്. ഇതുണ്ടോ ഗൈസ്, മധുരമൊന്നും ഇല്ല, നാരങ്ങേൻ്റെ ടേസ്റ്റുള്ള ഓറഞ്ച് ഇവള് പിരിഞ്ഞ് കൊണ്ടുവന്ന് ചിന്നുവിൻ്റെ വായിക്കാത്ത ഒഴിച്ചു. അത്യാവശ്യം കയ്പുണ്ടാവും. ഇപ്പം ചിന്നു എണീറ്റ് വരുവേ.
നീ എന്ത് പരിപാടിയാടി കാണിച്ചേ? എൻ്റെ വായിക്ക് കൊണ്ടുവന്ന് നീ ആ നാരങ്ങേൻ്റെ ടേസ്റ്റുള്ള ഓറഞ്ച് എടുത്ത് ഒഴിച്ചില്ലേ? അത് പിന്നെ നാരങ്ങാന്നോർത്താ ഒഴിച്ച്. എന്തായാലും നാരങ്ങയുടെ ടേസ്റ്റ് കിട്ടിയാ പോരെ? ആ കൊള്ളാടി, കൊള്ളാം. എന്നാ നമുക്ക് പൊക്കത്ത് വരെ ഒന്ന് പോയാലോ? അവള് സമ്മതിച്ചോട്ടോ. അപ്പം ഇവര് വീടൊക്കെ അടയ്ക്കാൻ പോവാണേ. ആ നമ്മൾ എത്ര കാലമായടി കണ്ടിട്ട്. ശരിയാ. നാളെ എൻ്റെ വീടിൻ്റെ പാലുകാച്ച വരുന്നുണ്ടോ? പിന്നല്ലാതെ ഞാൻ വരൂലോ. ആ വരണേ. ആടി ഞാൻ ഉറപ്പായിട്ടും വരാം. ആ എന്താ സ്പെഷ്യൽ? സ്പെഷ്യൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി വെക്കാലോ. അറിയാവോ? ഇല്ല. എന്നാൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പം പറഞ്ഞു വന്ന നിനക്കും അറിയില്ല അല്ലേ? ഇല്ലടി ഇല്ല. അങ്ങോട്ടല്ലേ നിന്നോട് അറിയാമോന്ന് ചോദിച്ചേ. അല്ലെങ്കിൽ ഞാൻ അറിയാമോന്ന് ചോദിക്കുമോ? കൊള്ളാം കൊള്ളാം. പക്ഷേ നീ എങ്ങനെയാണ് ഇതിൻ്റെ പൊക്കത്തൊക്കെ വലിഞ്ഞു കയറുക? ഏതിൻ്റെ പൊക്കത്താടി നീ ഉദ്ദേശിച്ചേ? അതായത് ഈ വീടിൻ്റെ പൊക്കത്ത്. ഇതിച്ചിരി പാടുള്ള പണിയല്ലേ? ആ പിന്നെ ഇതൊക്കെ ഞാൻ കയറൂടി. ഞാൻ ഒരു കൈ പിടിക്കും, അടുത്ത കൈയും പിടിക്കും, ഒറ്റ ചടത്തിന് ഞാൻ പൊക്കത്തെത്തും. ആണോ? ഞാനാണെങ്കിൽ ഈ സൈഡിൽ കൂടെ അടി കയറിയത്. അത്രയ്ക്കും പോലും നിനക്കറിയത്തില്ലേടി. അവിടെ ഏണി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ നീ അതിലെ കയറിയത്? ഞാൻ ഏണി എടുത്ത് മാറ്റി. അമ്പടി ഗെയിമി. കൊള്ളാലോ. റൂഫൊന്നും ഇട്ട് തീർന്നില്ലേ? റൂഫൊക്കെ ഇട്ട് തീർന്നടി. ആ മേസ്തിരി പറഞ്ഞു ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷൻ. എന്നാലും ഞാൻ നാളെ എൻജിനീയറിനെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവിടെ ആണെങ്കിൽ നീല കളർ വരവര പോലെ അടിക്കുന്നുണ്ട്. കൊള്ളാലോടി. ഇതെന്താടി ഒരു സൗണ്ട്? അത് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ അവിടെ എന്തോ എങ്ങോട്ടാ പോവാ. അപ്പോൾ അവർ വീട് അടച്ചയാ. ഇവിടെ എല്ലാവരുടെയും വീടിന് ഈ സെയിം സൗണ്ടാണല്ലേ? അതേടി. ശരി. എന്നാലേ നിൻ്റെ ആ പുറത്ത് കിടക്കുന്ന വണ്ടി നിൻ്റേതാ? ആടി, ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതേ ഉള്ളൂ. കൊള്ളാലോ. എത്ര രൂപയായടി? വിലയൊന്നും ചോദിച്ചില്ല. എത്രയോ എടുത്ത് കൊടുത്തു, ബാലൻസും തന്നു. ബാലൻസ് അത്രയാന്നോട്ട് എണ്ണിയതും ഇല്ല. കണക്ക് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യൂടി? കണക്ക് തെറ്റാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പോയി പൈസ വാങ്ങിക്കും. അത് കൊള്ളാലോ. പക്ഷേ അപ്പോഴത്തേക്കും ഡേറ്റ് കഴിഞ്ഞ് പോയാലോ? ഡേറ്റ് കഴിഞ്ഞ് പോയാൽ ഉള്ള പൈസയും കൊണ്ട് പോവും. എന്നാൽ നമുക്ക് താഴെ ഇറങ്ങാം. ഫസ്റ്റ് ഞാൻ ഇറങ്ങാം. അമ്മ, ഇപ്പം നടുവും കുത്തി വീഴണ്ടായിരുന്നു. എടീ നീ ഇറങ്ങി വാടി. ശരി. എന്തായാലും അവൾ വരുമ്പോഴത്തേക്ക് ഒളിച്ച് നിൽക്കാം. അവൾ കണ്ടുപിടിക്കില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ വീടിൻ്റെ പുറകിൽ ഒളിച്ചു. അമ്മ, ഇപ്പം ഞാനും നടുവും തല്ലി വീണേനെ. ചിന്നു, ഇവളെവിടെ പോയി? വീടിൻ്റെ അകത്ത് കാണും. ഇവിടെയും ഇല്ലേ? ചിന്നു, പണി ഏറ്റു. അയ്യോ അമ്മേ, നീ എന്നെ പേടിപ്പിച്ചല്ലോടി. അത് ചെറിയൊരു പണി നിനക്ക് വെച്ചല്ലേ? നിന്റെ പണിവെക്കൽ കൂടുന്നുണ്ട്. എടി നമുക്കിവിടെ ഇരുന്ന് വല്ലതും കഴിക്കാം. പോയി എടുത്തിട്ട് വാ. ശരിയടി, ഇവിടെ ഇരിക്കേ. എടി ഫുഡ് എത്തിയോ? നീ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. എന്നാ ഞാൻ പൊക്കത്ത് കയറട്ടെ. അമ്മ, അയ്യോ നടുവും തല്ലി വീണേ. കിട്ടിയില്ലേ? ഞാൻ ചേർത്ത. അമ്മ, ഇപ്പം ഞാനും വീണേനെ. എടി ഫുഡൊക്കെ താഴെ പോകുന്നൂടി. ഷെയർ ചെയ്യടി. ഇപ്പം ഷെയർ ചെയ്യാം. നിനക്ക് ആപ്പിൾ വേണോ വാട്ടർമെലൺ വേണോ? എനിക്ക് ആപ്പിൾ മതി. എന്നാൽ ഞാൻ വാട്ടർമെലൺ എടുക്കാം. നീ ഇത് വലിയത് പിടിച്ചോ. ഇത് മൊത്തം ഞാൻ കുടിക്കൂല.
കുഴപ്പമില്ലടി, ഇരുന്നോട്ടെ. ഗൈസ്, അപ്പോൾ ഇവള് ജ്യൂസ് പാക്ക് പൊട്ടിക്കുന്നു. ജ്യൂസ് പാക്ക് പൊട്ടിച്ച് കുടിക്കുവാണ്. മതിയടി. ഇവിടെ വെച്ചേക്ക്, ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചോളാം. ഗൈസ്, ഇനി ഇവളാണ് അടുത്തത് കുടിക്കാൻ പോണത്. ഇങ്ങനെ ഒറ്റ തിരുമതി ഇങ്ങോട്ട്. എനിക്ക് മതി, ഇത് കുറേ ഉണ്ടല്ലേടി. ശരിയാടി, ബാക്കിയുള്ളതൊക്കെ പറ്റിച്ചാ ചെയ്യുന്നത്, ഇത് കൂടുതലാ. ആഹാ, എന്ത് ടേസ്റ്റ്. മതി. ഇത്ര ഇട്ടൊന്നും എനിക്ക് മതിയായോ? എന്നാൽ ഞാൻ കഴിക്കാം. ഇനി ഇവൾ എന്ന് കഴിച്ച് തീരുവോ എന്തോ. പോടി, വെറുതെ പറയാതെ, ഞാൻ കഴിച്ച് തുടങ്ങിയില്ലല്ലോ. ഗൈസ്, അവർ 2 ഹാഫ് വെച്ചിട്ട് വർത്താനം പറയാണ്. പാർട്ട് 2 നമുക്ക് കാണാം. ബൈ ബൈ.